XHTML. XHTML stands for Extensible Hypertext Markup Language. HTMLിൻ്റെയും XML ലാംഗ്വേജിൻ്റെയും കോമ്പിനേഷനാണ് XHTML. ഓൾമോസ്റ്റ് എല്ലാ ബ്രൗസേഴ്സിലും XHTML സപ്പോർട്ട് ചെയ്യും. HTML XHTML തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല. XHTML കോഡ്സ് റൈറ്റ് ചെയ്യുമ്പോൾ എല്ലാ റൂൾസും ഫോളോ ചെയ്യണം. XHTML കീ സെൻസിറ്റീവ് ആണ്. HTML യൂസ് ചെയ്യുന്നത് HTML സ്പെസിഫിക് പാസറാണ്. പക്ഷേ XHTML നമ്മൾ യൂസ് ചെയ്യുന്നത് XML പാസറാണ് യൂസ് ചെയ്യുന്നത്. 2000ലാണ് W3C വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിയം XHTML 1.0 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് ഇയറിൽ തന്നെ XHTML 1.1 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ XHTML 5 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് HTML5ൻ്റെയും XMLൻ്റെയും കോമ്പിനേഷനാണ്. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് XHTML ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ, ഈ കോഡിൽ HTML എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ടില്ല. ഇതിൽ H1 ഓപ്പൺ ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ പാരഗ്രാഫിൻ്റെ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രോഗ്രാം XHTML ആണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ട് വേണം കോഡ്സൊക്കെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബ്രൗസേഴ്സ് ഉണ്ട്. ചിലത് കമ്പ്യൂട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നതാണ്, ചിലത് ഫോണിൽ. കറക്റ്റായിട്ട് എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ട് നമ്മൾ കോഡ് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ബ്രൗസറിലും ഒരേപോലെ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് XHTML ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. XHTMLനെയും അതേപോലെ തന്നെ HTMLനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ മേജറായിട്ടുള്ള 3 ഡിഫറൻസസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഡിഫറൻസ് ആണ് ചേഞ്ചസ് ഇൻ ഡോക്യുമെൻറ്റ് സ്ട്രക്ചർ. സെക്കൻഡ് ഡിഫറൻസ് ചേഞ്ചസ് ഇൻ XHTML ടാഗ്സ്. തേർഡാണ് ചേഞ്ചസ് ഇൻ XHTML ആട്രിബ്യൂട്ട്സ്. ഫസ്റ്റ് ചേഞ്ച് ആണ് ചേഞ്ചസ് ഇൻ ഡോക്യുമെൻറ്റ് സ്ട്രക്ചർ. ഓൾ ഡോക്യുമെൻറ്റ് മസ്റ്റ് ഹാവ് എ ഡോക് ടൈപ്പ്. ഒരു ഡോക്യുമെൻറ്റ് ഡിക്ലറേഷൻ ടൈപ്പ് ഉണ്ടായിരിക്കണം എല്ലാത്തിനും. ഓൾ ഡോക്യുമെൻറ്റ് മസ്റ്റ് ഹാവ് എ ഡോക് ടൈപ്പ്. നെക്സ്റ്റ് ആണ് HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി ടാഗ്സ് ഒക്കെ മാൻഡേറ്ററി ടാഗ്സ് ആണ്. അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യും വേണം. സെക്കൻഡ് ഡിഫറൻസ് ആണ് ചേഞ്ചസ് ഇൻ XHTML ടാഗ്സ്. XHTML ടാഗ്സ് സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതുക. നമ്മൾ href ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ സ്മോൾ ലെറ്റേഴ്സിലാണുള്ളത്. ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് ആണ് ഓൾ XHTML ടാഗ്സ് മസ്റ്റ് ബി പ്രോപ്പർലി നെസ്റ്റഡ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിൽ B എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തു, അതിന് കഴിഞ്ഞിട്ട് I എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തു, എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ക്ലോസ് ചെയ്യേണ്ടത് I ആണ്, എന്നിട്ടാണ് B ക്ലോസ് ചെയ്യുക. XHTML അങ്ങനെ റൂൾ ഉണ്ട്. തേർഡ് ചേഞ്ചാണ് ചേഞ്ചസ് ഇൻ XHTML ആട്രിബ്യൂട്ട്. എല്ലാ ആട്രിബ്യൂട്ട്സും പ്രോപ്പറായിട്ട് ആഡ് ചെയ്യണം. ആട്രിബ്യൂട്ടിൻ്റെ നെയിം സ്മോൾ ലെറ്റേഴ്സിലാണ് നമ്മൾ മെൻഷൻ ചെയ്യാം. ആട്രിബ്യൂട്ട്സ് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്, നെയിം ഈക്വൽ ടു വെഹിക്കിൾ, വാല്യൂ ഈക്വൽ ടു കാറ്, ചെക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് XHTML വർക്ക് ചെയ്യില്ല. ഇങ്ങനെ ആട്രിബ്യൂട്ട്സിനെ മിനിമൈസ് ചെയ്യാൻ XHTML പറ്റില്ല. അതിന് പകരം ചെക്ക്ഡ് ഈക്വൽ ടു ഡബിൾ കോട്ടിനകത്ത് ചെക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂ കൊടുക്കണം. അതിന് കുറച്ച് എക്സാമ്പിളാണ്. കോമ്പാക്റ്റ് HTML സ്റ്റൈലാണെങ്കിൽ നമ്മൾ ഡബിൾ കോഡിനകത്ത് അതിൻ്റെ വാല്യൂ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ XHTML ചെയ്യുകയാണെങ്കിൽ വാല്യൂ ഡിക്ലെയർ ചെയ്യണം. അതുപോലെ ചെക്ക്ഡ്, ഡിക്ലെയർ, റീഡ് ഓണിലൊക്കെ ചെയ്യുകയാണെങ്കിൽ സെലക്റ്റഡ് ഈക്വൽ ടു ഡബിൾ കോഡിനകത്ത് സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂ കൊടുക്കണം. XHTML ആട്രിബ്യൂട്ട്സ് വാല്യൂ മസ്റ്റ് ബി കോട്ടഡ്. നമ്മൾ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസൊക്കെ ഡബിൾ കോഡിനകത്താണ് നമ്മൾ കൊടുക്കുക. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ href ഈക്വൽ ടു ഡബിൾ കോഡിനകത്താണ് നമ്മൾ അതിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് XHTMLൻ്റെ സിൻടാക്സ്. XHTML സിൻടാക്സിൽ ഈ സിൻടാക്സ് നമ്മൾ HTML പോലെ തന്നെ സെയിം ആണ്. XHTML സിൻടാക്സും സ്മോൾ ലെറ്റേഴ്സിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. HTML എല്ലാ സിൻടാക്സും XHTML വാലിഡ് ആണ്. നെക്സ്റ്റ് ആണ് ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ. ഡോക്യുമെൻറ്റ് ടൈപ്പ് മസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഡിക്ലെയർ ചെയ്യണം. 3 ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ് ഡിക്ലറേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ട്രാൻസിഷണൽ, സെക്കൻഡ് വൺ സ്ട്രിക്റ്റ്, തേർഡ് വൺ ഫ്രെയിം സെറ്റ്. ട്രാൻസിഷണൽ DTD. ഓൾഡ് ബ്രൗസേഴ്സിലാണ് ട്രാൻസിഷണൽ ഡോക്യുമെൻറ്റ് ടൈപ്പ് ഡിക്ലറേഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് ഒരു CSS സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലാണ് ട്രാൻസിഷണൽ യൂസ് ചെയ്യുക.
XHTML കഴിഞ്ഞിട്ട് XHTML 1.0 കഴിഞ്ഞിട്ട് ട്രാൻസിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യും. അത് കഴിഞ്ഞ് എൻഡിൽ ട്രാൻസിഷണൽ ഡോട്ട് DTD എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇതാണ് എക്സാമ്പിൾ. സെക്കൻഡ് വണ്ണാണ് സ്ട്രിക്റ്റ് DTD. സ്ട്രിക്റ്റ് എന്ന് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിൽ വെറും മാർക്കപ്പ് ലാംഗ്വേജ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള ജാവ സ്ക്രിപ്റ്റോ ബേബി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രിക്റ്റ് DTD യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് ഫ്രെയിം സെറ്റ് DTD. ഇത് യൂസ് ചെയ്യുന്നത് XHTML പേജിൽ ഫ്രെയിംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ്. എക്സാമ്പിൾ XHTML 1.0 കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രെയിം സെറ്റ് എന്ന് ഡിക്ലെയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എൻഡിൽ ഫ്രെയിം സെറ്റ് ഡോട്ട് DTD എന്ന് കൊണ്ട് കൊടുക്കും. ID ആട്രിബ്യൂട്ട്. ID ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് നെയിംസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ IMG SRC ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമേജിൻ്റെ അഡ്രസ്സ് കൊടുത്തു. അത് കഴിഞ്ഞ് നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം. ഈ നെയിം എന്ന് പറയുന്നത് XHTML യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ID ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ആണ് ലാംഗ്വേജ് ആട്രിബ്യൂട്ട്. സാധാരണ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത കഴിഞ്ഞ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇതിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് പകരം സ്ക്രിപ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാം. ഇതാണ് XHTML വരുന്ന ഡിഫറൻസ്. നെക്സ്റ്റ് ആണ് എലമെൻറ്റ് പ്രൊഹിബിഷൻ. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ A എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ടാഗിൻ്റെ അകത്ത് ആ ഒരൊറ്റ ലിങ്കിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമേ നമ്മൾ ഡിക്ലെയർ ചെയ്യുള്ളൂ. വേറെ ഒരു ലിങ്കിൻ്റെ പ്രോപ്പർട്ടീസും ഡിക്ലെയർ ചെയ്യില്ല. അതാണ് എലമെൻറ്റ് പ്രൊഹിബിഷൻ. അങ്ങനെ ഇപ്പോൾ ഒരു ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ബട്ടണിൻ്റെ അകത്ത് ആ ബട്ടനെ കുറിച്ചുള്ള പ്രോപ്പർട്ടീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ലേബൽ ഫോമിലൊക്കെ. നെക്സ്റ്റ് ആണ് XHTML ഇവൻറ്റ്സ്. ഡോക്യുമെൻറ്റ് ലെവലിൽ ഒക്കർ ചെയ്യുന്ന ഇവൻറ്റ്സാണ് ഫസ്റ്റ് ഇവൻറ്റ്. ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഓൺ ലോഡും ഓൺ അൺലോഡും. ഓൺ ലോഡ് എന്ന് പറയുകയാണെങ്കിൽ XHTML ഡോക്യുമെൻറ്റ്സ് ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇവൻ്റാണ് ഓൺ ലോഡ്. അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് അൺലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇവൻ്റാണ് ഓൺ അൺലോഡ് ഇവൻറ്റ്. സെക്കൻഡ് ഇവൻ്റാണ് ഫോം ലെവൽ ഇവൻറ്റ്. ഓൺ ചേഞ്ച് ഇവൻറ്റ്, ഓൺ സബ്മിറ്റ്, ഓൺ റീസെറ്റ്, ഓൺ സെലക്ട്, ഓൺ ബ്ലർ, ഓൺ ഫോക്കസ്. 6 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇതിൽ ഓൺ ചേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ എലമെൻസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ അറിയുന്ന ഇവൻ്റാണ്. ഓൺ സബ്മിറ്റ് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അറിയുന്ന ഇവൻറ്റ്. റീസെറ്റ് എന്ന് പറയുമ്പോൾ ഫോമൊക്കെ റീസെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അറിയുന്ന ഇവൻറ്റ്. നെക്സ്റ്റ് ഇവൻ്റാണ് ഓൺ സെലക്ട്. എലമെൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒക്കെ അറിയുന്ന ഇവൻ്റാണ്. ഓൺ ബ്ലർ എന്ന് പറയുകയാണെങ്കിൽ ഒരു എലമെൻറ്റ് നമ്മൾ ഫോക്കസ് അവോയ്ഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇവൻ്റാണ് ഓൺ ബ്ലർ. ഓൺ ഫോക്കസ് എലമെൻസിലേക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇവൻ്റാണ് ഓൺ ഫോക്കസ്. നെക്സ്റ്റ് ഇവൻ്റാണ് കീബോർഡ് ഇവൻറ്റ്. കീബോർഡ് ഇവൻറ്റിൽ ഓൺ കീ ഡൗൺ ഇവൻ്റ് ഉണ്ട്. യൂസർ കീബോർഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഹാപ്പൻ ചെയ്യുന്ന ഇവൻ്റാണിത്. സെക്കൻഡ് ഇവൻ്റാണ് ഓൺ കീ പ്രസ്. യൂസറുടെ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിലീസ് ചെയ്യുമ്പോഴൊക്കെ നടക്കുന്ന ഇവൻ്റാണ് ഓൺ കീ പ്രസ്. ഓൺ കീ അപ്പ് കീബോർഡ് ബട്ടൺ റിലീസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്തിട്ടുള്ള ഒരു കീബോർഡ് ബട്ടൺ റിലീസ് ചെയ്യുമ്പോൾ ഒക്കെ അറിയുന്ന ഇവൻ്റാണ് ഓൺ കീ അപ്പ്. നെക്സ്റ്റ് ആണ് മൗസ് ഇവൻറ്റ്. മൗസ് ഇവൻറ്റിൽ ഓൺ ക്ലിക്ക് ഉണ്ട്. മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒക്കെ അറിയുന്ന ഇവൻ്റാണ് ഓൺ ക്ലിക്ക്. അതേപോലെ തന്നെ ഓൺ ഡബിൾ ക്ലിക്ക് ഉണ്ട്. നെക്സ്റ്റ് ഇവൻ്റാണ് ഓൺ മൗസ് ഡൗൺ. മൗസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒക്കെ അറിയുന്ന ഇവൻ്റാണിത്. ഓൺ മൗസ് മൂവ് മൗസ് പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ ഒക്കെ അറിയുന്ന ഇവൻ്റ്. ഓൺ മൗസ് ഔട്ട്, ഓൺ മൗസ് ഓവർ, ഓൺ മൗസ് അപ്പ്. ഇതൊക്കെയാണ് മൗസ് ഇവൻറ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ഇവൻറ്റ്സ്. XHTML ആട്രിബ്യൂട്ട്സ്. 3 ടൈപ്പ് ഓഫ് XHTML ആട്രിബ്യൂട്ട് ഉണ്ട്. ഫസ്റ്റ് വൺ കോർ ആട്രിബ്യൂട്ട്, ലാംഗ്വേജ് ആട്രിബ്യൂട്ട്, മൈക്രോസോഫ്റ്റ് പ്രൊപ്രൈറ്ററി ആട്രിബ്യൂട്ട്. കോർ ആട്രിബ്യൂട്ടിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ടിൽ ക്ലാസ് ആണ്. അതിൻ്റെ വാല്യൂ ക്ലാസ് റോളാണ്. ഇറ്റ് സ്പെസിഫൈ ക്ലാസ് ഓഫ് ദ എലമെൻറ്റ്സ്. സെക്കൻഡ് വൺ ID ആണ്. ID _name എൻ്റെ വാല്യൂ. അത് സ്പെസിഫൈ ചെയ്യുന്നത് യൂണീക്കായിട്ടുള്ള ഒരു എലമെൻറ്റിന് യൂണീക്കായിട്ടൊരു ID പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ആണ് സ്റ്റൈൽ. സ്റ്റൈലിൻ്റെ വാല്യൂ ആണ് സ്റ്റൈൽ ഡെഫിനിഷൻ. അത് ഇൻലൈൻ സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ടൈറ്റിൽ. ടൈറ്റിലിൻ്റെ വാല്യൂ ആണ് ടൂൾ ടിപ്പ്
അണ്ടർസ്കോർ ടെക്സ്റ്റ്. ടൈറ്റിലിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് ലാംഗ്വേജ് ആട്രിബ്യൂട്ട്. ലാംഗ്വേജ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ISO സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് അബ്രിവേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷാണ്, FR എന്ന് പറയുന്നത് ഫ്രഞ്ച്, അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട് ലാംഗ്വേജസിന്. തേർഡ് വണ്ണാണ് മൈക്രോസോഫ്റ്റ് പ്രൊപ്രൈറ്ററി ആട്രിബ്യൂട്ട്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 4ലും അതിൻ്റെ ഹയർ വേർഷൻസിലും മൈക്രോസോഫ്റ്റ് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 7 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സസ് കീ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. കീബോർഡിലുള്ളൊരു എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്സസ് കീ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കീബോർഡ് യൂസ് ചെയ്തിട്ട് ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടാണ് ആക്സസ് കീ. സെക്കൻഡ് വൺ ലാംഗ്വേജ്. അതിൻ്റെ വാല്യൂ സ്ട്രിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. തേർഡ് വണ്ണാണ് ടാബ് ഇൻഡെക്സ്. ടു സെറ്റ് ദ ടാബ് ഓർഡർ ഓഫ് ദ എലമെൻറ്റ്. ഫോർത്ത് വണ്ണാണ് കണ്ടൻറ് എഡിറ്റബിൾ. യൂസറിന് എന്തെങ്കിലും കണ്ടൻസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും ഇത് യൂസ് ചെയ്തിട്ട്. ഫിഫ്ത്ത് വൺ ഡിസേബിൾഡ്. എലമെൻസിനൊക്കെ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിക്സ്ത് വണ്ണാണ് ഹൈഡ് ഫോക്കസ്. ഫോക്കസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെവൻത്ത് വണ്ണ് അൺസെലക്റ്റബിൾ. സെലക്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ടാണിത്. നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് XHTML. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് പോർട്ടബിലിറ്റി. XHTML XML പാസറാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രോസസ്സിങ് ഈസിയാവും. മൊബൈൽ ഫോണിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെക്കൻഡ് വണ്ണാണ് ഈസി ടു മെയിൻറ്റെയിൻ. XHTML എല്ലാ റൂൾസും ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറേഴ്സ് കുറവായിരിക്കും അതിൽ, അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈസിയാണ്. തേർഡ് വണ്ണാണ് റെഡി ഫോർ ദ ഫ്യൂച്ചർ. പുതിയ വേർഷൻസ് എല്ലാം ഈസി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ്. XHTML മേജറായിട്ട് ഡിസഡ്വാൻറ്റേജസ് ഒന്നുമില്ല. ഇപ്പോൾ കോഡിങ് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇറേഴ്സ് വരാം. യൂസർ അത് റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇറേഴ്സ് വരാൻ പറ്റും. സെക്കൻഡ് വൺ എന്ന് പറയുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പുതിയ എലമെൻസിനെ പറ്റി യൂസറിനൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഇതാണ് XHTML ഡിസഡ്വാൻറ്റേജ്.